നമ്മുടെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പഹൽഗാം ഭീകരാക്രമണം. 26 മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഈ ഒരു വിഷയത്തെ, ഈ ഒരു ഭീകരാക്രമണത്തെ ഇന്ത്യ എങ്ങനെ നേരിടാനാണ് സാധ്യത? താങ്കൾക്ക് എന്ത് തോന്നുന്നു സർ? ആദ്യമായി 2008 ശേഷം ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഭീകര ആക്രമണ സിവിലിയൻ മരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിനകത്ത് നഷ്ടപ്പെട്ട ജീവനുകൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒരു ആദരാഞ്ജലി അത് എത്രത്തോളം അർത്ഥമുള്ളതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഞാൻ അവിടെ നിന്നാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ വെറും വാക്കുകൊണ്ട് ഒരു ആദരാഞ്ജലി അർപ്പിച്ചതുകൊണ്ട് അവരുടെ ജന്മങ്ങൾക്ക് മോക്ഷം കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് ഇതിന് മറുപടി പറയേണ്ടത് ഇന്ത്യയും ഇന്ത്യയുടെ സൈന്യവുമാണ്. അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം 26 കണക്കുകൾ മാറി മാറി വരുവാണെങ്കിലും ഇപ്പോൾ ഏറ്റവും അവസാനത്തെ കണക്ക് പ്രകാരം 30 എന്നുള്ളത് 29 എന്നുള്ളത് 26, അതായത് നമ്മളിന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് സംസാരിക്കുമ്പോൾ 26 എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഏകദേശം 17-18 പേർ ആശുപത്രിയിലുണ്ട്, 30ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് വിദേശ മാധ്യമങ്ങൾ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. ഇനി എന്താണ് നമ്മൾ എങ്ങനെ തിരിച്ചടി നൽകുമെന്നുള്ളതിൻ്റെ ആദ്യ സൂചനയാണ് നമ്മുടെ പ്രധാനമന്ത്രി വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദർശനം, സൗദി സന്ദർശനം 1 ദിവസം കഴിഞ്ഞ് നിർത്തി അർദ്ധരാത്രി തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നത്. അദ്ദേഹം ഇന്ന് 5:40 ഡൽഹിയിൽ ഇറങ്ങി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എനിക്ക് അടുത്ത 48 മണിക്കൂറിൽ എന്തൊക്കെ ചെയ്യാനാകും എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു റിപ്പോർട്ട് ഉടൻ നൽകണം. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇന്നത്തെ വൈകുന്നേരത്തെ മീറ്റിങ്ങിൽ, CGS മീറ്റിങ്ങിൽ, സെക്യൂരിറ്റി മീറ്റിങ്ങിൽ എല്ലാവരും അടുത്ത 48 മണിക്കൂറിൽ അവരെന്തൊക്കെ ചെയ്യാൻ പോകുന്നുള്ളതിനെ പറ്റി ഒരു കൃത്യമായ റിപ്പോർട്ട്. ഇത് തന്നെയാണ് അതിൻ്റെ യഥാർത്ഥമായ തുടക്കം. നമുക്കറിയാം, ഇപ്പോൾ തന്നെ ഈ 1 മണിക്ക് സമയത്ത് ചിത്രങ്ങൾ റിലീസായി വന്നിട്ടുണ്ട്. രേഖാചിത്രങ്ങളാണ് ആദ്യം വന്നത്, ഇപ്പോൾ ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേക കാര്യം, നമ്മുടെ മലയാളം മാധ്യമങ്ങളൊക്കെ സൈനിക വേഷത്തിൽ വന്ന് ആക്രമിച്ചു എന്നാണ് പറയുന്നത്. ചിത്രം ഞാൻ കണ്ടു. റിപ്പബ്ലിക് TV ആണ് ആ ചിത്രം പുറത്തുവിട്ടത്. അതിനകത്ത് ഈ ബുള്ളറ്റുകൾ സൂക്ഷിക്കുന്ന എല്ലാവർക്കും ഒരു ചെറിയ ഇതുണ്ടെന്നുള്ളതല്ലാതെ അവരെല്ലാം സിവിലിയൻ ഡ്രസ്സാണ് എന്നുള്ളതാണ് സത്യം. ഒരു പക്ഷേ നമ്മുടെ ഈ ഇത് കണ്ടവർക്ക് അത് കണ്ടിട്ട് അവർ മിലിറ്ററിക്കാരാണെന്ന് തോന്നിക്കാണും, സൈന്യമാണെന്ന് തോന്നിക്കാണും. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട, ഇതുവരെ പറഞ്ഞതിലുള്ള ഒരു വലിയ തെറ്റ്, സൈനിക വേഷത്തിലെത്തി ആക്രമിച്ചു എന്നുള്ളതാണ്. അത് തെറ്റാണ്. മാത്രമല്ല, അമിത്ഷാ അവിടെ ചെന്ന് കണ്ടു, അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തി, അവിടുത്തെ ഈ അനന്തനാഗിൽ ചെന്നു, ഈ പറയുന്ന സ്ഥലത്ത് തന്നെ ചെന്നു, അവിടെ കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ടുണ്ട്. തിരിച്ചടി നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ തിരിച്ചടി നൽകുമെന്ന് പറയുമ്പോൾ പണ്ട് 2014 മുൻപ്, അതായത് മോദി സർക്കാർ വരുന്നതിന് മുൻപ് ബോംബെ ഭീകരാക്രമണത്തിന് പോലും നമ്മൾ കാര്യമായ തിരിച്ചടിയൊന്നും നൽകിയിട്ടില്ല. പക്ഷേ അതിനുശേഷം ഉറിയിൽ നമ്മുടെ സൈനികരെ വധിച്ചപ്പോഴും പുൽവാമയിൽ സൈനികരെ വധിച്ചപ്പോഴും ഒക്കെ ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകുകയുണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോൾ 1-2 പേരെ വെടിവെച്ച് കൊല്ലുന്നതല്ല, ഇന്ത്യ രാജ്യത്ത് ഭൂരിപക്ഷ ജനതയെ, ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവരെ തിരഞ്ഞ് പിടിച്ച് മാറ്റി നിർത്തി വെടിവെച്ച് കൊല്ലുന്ന ഒരു രംഗം നമുക്ക് അത് ഒരു വിധത്തിലും അക്സെപ്റ്റ് ചെയ്യാവുന്നതല്ല. അതായത് ഒരു രാജ്യത്തെ ഭൂരിപക്ഷ ജനതയെ അവർ ആ ഒരു മതത്തിൻ്റെ പേരിൽ പിടിച്ച്, ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാൻ മലയാള പത്രങ്ങൾക്ക് ഞാൻ പലതും തിരഞ്ഞു. പലരും സത്യം പറയുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടാകും. അതായത് അയാളുടെ പേര് ചോദിക്കുക, അത് കഴിഞ്ഞിട്ട് അയാളുടെ ID കാർഡ് ചോദിക്കുക, സംശയം തോന്നിയാൽ അവരോട് ഒരു പ്രാർത്ഥന, മുസ്ലിം പ്രാർത്ഥന ചൊല്ലാൻ പറയുന്നു, അത് പറഞ്ഞില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുന്നു. വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവരെ വിവസ്ത്രരാക്കിയിട്ട് വരെ ചിലരെ സംശയമുള്ളവരെ വെടിവെച്ച് കൊന്നു എന്നാണ്. അതിൻ്റെ സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇത്ര ഒരു ദയനീയമായ ഒരു അവസ്ഥ ഇന്ത്യക്കകത്ത് ഉണ്ടായി എന്ന് പറയുന്നത് വളരെ ദുഃഖകരമായ കാര്യമാണ്. അതിന് ഇന്ത്യ അതിൻ്റെ തോതനുസരിച്ച് പ്രതികരിക്കും എന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല. ഇപ്പം ഇത്തരം കാര്യങ്ങളിൽ ഒരിക്കലും നമുക്ക്
ആര് എങ്ങനെ എപ്പോൾ പ്രതികരിക്കുമെന്നൊക്കെ നമ്മൾ നേരത്തെ പറയുന്നത് പ്രായോഗികമല്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇത് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പാകിസ്ഥാൻ പറഞ്ഞു അതിന് അവർക്ക് ഇതിനകത്ത് പങ്കില്ലെന്ന്. പക്ഷേ ഏകദേശം ഒരാഴ്ചയ്ക്ക് മുൻപ് പാകിസ്ഥാൻ്റെ സൈനിക മേധാവി വളരെ മോശകരമായ പ്രസ്താവനകൾ, ഇത് രണ്ടും രണ്ട് മതമാണ്, തമ്മിൽ ഒരിക്കലും ചേരില്ല, ഇങ്ങനെയൊക്കെയുള്ള വളരെ വിവാദപരമായ പ്രസ്താവനകൾ ഇറക്കുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ തമ്മിൽ ബന്ധമുണ്ട് എന്ന് വേണം കരുതാൻ. ഇനി അടുത്തത് എനിക്ക് പ്രധാനമായിട്ട് സംസാരിക്കാനുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ എൻ്റെ ഒരു ചിന്തകൾ എന്ന് പറയുന്നത്, ഓരോ തീവ്രവാദ ആക്രമണത്തിനും ഒരു ഉദ്ദേശമുണ്ടാവും അല്ലേ? അപ്പോൾ ആ ഉദ്ദേശമുണ്ടെങ്കിൽ ആ ഉദ്ദേശം എന്തായിരിക്കും, അത് അവരുദ്ദേശിക്കുന്ന പ്രയോജനം ചെയ്യുമോ എന്നുള്ളത് വളരെ ഒരു ചിന്തിക്കേണ്ട വിഷയമാണ്. ഉദാഹരണത്തിന് ഇസ്രായേലിനെ ഹമാസ് ആക്രമിച്ചപ്പോൾ 1200ഓളം പേരെ അവർ ഇസ്രായേലിൽ കടന്നു എന്ന് കൊന്നു. അതിൻ്റെ അനന്തരഫലം അവർ പ്രതീക്ഷിച്ചതാണോ? ഹമാസ് എന്ന് പറയുന്ന സംഘടന തന്നെ നാമാവശേഷമായി. ഈ ഹമാസ് എന്ന സംഘടനയെ താമസിപ്പിച്ചിരുന്ന പ്രദേശം തന്നെ ഛിന്ന ഭിന്നമായി പോയി. ഏകദേശം 55,000ഓളം സാധാരണ സിവിലിയൻസ്, ഹമാസ് കൂടാതെ സിവിലിയൻസ് പോലും മരിക്കുകയുണ്ടായി. വലിയ യുദ്ധത്തിലാണത് കലാശിച്ചത്. ഒരുപക്ഷേ ഇന്ത്യയും പാകിസ്ഥാനുമായി ഒരു യുദ്ധമുണ്ടാകാനുള്ള സാധ്യത പോലും നമുക്ക് തള്ളിക്കളയാനാകില്ല എന്നാണ്. ഇത് നമുക്കറിയാൻ പറ്റില്ല എങ്ങനെയാണ് സർജിക്കൽ സ്ട്രൈക്കൊക്കെ എപ്പോഴും. ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം തന്നെ പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മൾ വിദേശ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്കിതൊക്കെ അറിയാൻ പറ്റും. പാകിസ്ഥാൻ ഓൾറെഡി പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ നമ്മുടെ ഇന്ത്യൻ ബോർഡറിൽ നിന്ന് ജനങ്ങളോട് പിൻവാങ്ങാനും ഒഴിഞ്ഞു പോകാനും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഒരു പ്രത്യാക്രമണം ഉണ്ടാകും എന്നുള്ളതിനകത്ത് അങ്ങനെ ചെയ്യാതിരിക്കാൻ മാർഗമില്ല. അല്ലെങ്കിൽ ഇവിടെ വന്ന് എന്ത് കാണിച്ചിട്ട് പോയാലും ഒരു കുഴപ്പവുമില്ല. ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി ചോരക്കൊതിയനാണ്, യുദ്ധക്കൊതിയനാണെന്നൊക്കെ പറഞ്ഞാലൊന്നും ഒരു പ്രശ്നമില്ല. ഇവിടെ വന്ന് ഇങ്ങനെ ചെയ്തിട്ട് പോയാൽ അതിന് പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് കൃത്യമായി, അല്ലെ പിന്നെ ഇതിൻ്റെ ഒന്നും റിലവൻസ് ഇല്ലല്ലോ, സൈന്യത്തിൻ്റെ തന്നെ റിലവൻസ് ഇല്ലല്ലോ, എല്ലാം അങ്ങ് ക്ഷമിച്ചാൽ പോരെ, സഹിച്ചാൽ പോരെ. അപ്പോൾ അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഓൾറെഡി നമ്മുടെ ലോക്കൽ ഇൻവെസ്റ്റിഗേഷൻ NIA ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്. അവർ ചിത്രങ്ങളും പുറത്ത് വിട്ടിട്ടുണ്ട്. നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഒരുപക്ഷെ വരുന്നതാണെന്നുള്ളൂ. ഇനി ഇവർ പ്രതീക്ഷിക്കുന്ന ഫലമുണ്ടാകുമോ? ഇവർ കാണിച്ച ഏറ്റവും വലിയ അബദ്ധങ്ങൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന്, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇവിടെ ഉള്ള സമയത്താണ് ഇത് ചെയ്തത്. അവർക്ക് ഒരുപക്ഷെ അറ്റൻഷൻ കിട്ടാനാണെന്ന് വരെങ്കിലും അദ്ദേഹത്തിന് ഇതിൻ്റെ യഥാർത്ഥ ആഘാതം ബോധ്യപ്പെട്ടു. അമേരിക്ക ഇനി ഈ കാര്യത്തിൽ ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ല. ഓൾറെഡി ഇസ്രയേൽ, UK, യൂറോപ്പ്, ഇങ്ങനെ പല രാജ്യങ്ങളും നമുക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒരുപക്ഷെ പാകിസ്ഥാന് വലിയ അടിയായി മാറും. രണ്ട്, അപ്രതീക്ഷിതമായി സംഭവിച്ച മറ്റൊരു കാര്യമുണ്ട്. വളരെ സമാധാനത്തോടുകൂടി കഞ്ഞി കുടിച്ച് സുഖമായി ജീവിച്ചിരുന്ന ആ പ്രദേശത്തെ ആളുകൾ മുഴുവൻ ഇന്നിപ്പോൾ തീവ്രവാദികൾക്കെതിരായി മാറി. അവർ തന്നെ വലിയ റാലികൾ സംഘടിപ്പിക്കുന്നു. ശ്രീനഗറിലും അനന്തനാഗിലും പല സ്ഥലങ്ങളിലും വലിയ റാലികൾ നടക്കുന്നു. അതായത് പാകിസ്ഥാനെതിരെയും ഭീകരതയ്ക്കെതിരെയും അവിടുത്തെ ജനങ്ങൾ തന്നെ ഇന്ന് തെരുവിലിറങ്ങുകയാണ്. ഇത് ഒരുപക്ഷെ ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ചുരുക്കം പറഞ്ഞാൽ അവിടുത്തെ ലോക്കൽ സപ്പോർട്ട് ഭീകരർക്ക് വീണ്ടും കുറയാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ഭീകരാക്രമണം ഉണ്ടായി നമ്മൾ പറയുന്നില്ലേ, ഇതിനു മുമ്പും സമാനമായ രീതിയിൽ ഇവിടെ ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് 1995 ആണ് വിദേശികൾക്ക് നേരെ, 2 ഗൈഡുകൾക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ഉണ്ടായിട്ടുള്ളത് 2004 ഇതേപോലെ വിനോദസഞ്ചാരികൾക്ക് നേരെ ബോംബാക്രമണം ഉണ്ടായി. പിന്നീട് 2002 സമാനമായ രീതിയിൽ ബോംബാക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു കൃത്യമായിട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ അതിനെപ്പറ്റി കൃത്യമായി തിരക്കിയപ്പോൾ, അതായത് നമുക്ക് ഇന്ന് സെർച്ച് ചെയ്യാനൊക്കെ സംവിധാനങ്ങളുണ്ടല്ലോ, അതായത് ഇന്ത്യൻ ഇൻ്റലിജൻസിന് അതായത് ഒരു സോഫ്റ്റ് ടാർഗറ്റ് സീസൺ ആണെന്ന് അറിയാമായിരുന്നു. അതായത് ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഈ നമ്മുടെ വയർലെസ് മെസ്സേജുകളിലും ഫോൺ സംവിധാനങ്ങളൊക്കെ ഇന്ന് ടാപ്പ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ സുരക്ഷാ ഏജൻസികൾ ശ്രദ്ധിക്കാറുണ്ട്. അവർക്കറിയാമായിരുന്നു ഒരു സോഫ്റ്റ്
ടാർജറ്റാണ്. അതായത് സോഫ്റ്റ് ടാർജറ്റ് പറഞ്ഞാൽ ഇത്തവണ ഒരു പക്ഷേ ആക്രമിക്കുക ഒരിക്കലും സൈനികരെയല്ല, അർദ്ധസൈനിക വിഭാഗങ്ങളെയല്ല, എന്താണ് പറയുക, ഒരു സാധാരണക്കാരെ ആയിരിക്കും, ടൂറിസ്റ്റക്കാരെ ആയിരിക്കും എന്നൊരു ചെറിയ ധാരണ ഉണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത് ഇതുപോലത്തെ ഒരു ഈ പറയുന്ന പ്രദേശത്ത് ഉണ്ടാകുമെന്ന് ഒരിക്കലും അവർക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് ഇന്ന് ഞാൻ മാധ്യമത്തിൽ ഇന്നലെ ഏതൊരു സൈനിക വിദഗ്ധൻ പറഞ്ഞ പോലെ എത്ര പോലീസ് വിചാരിച്ചാലും ഒരു സംസ്ഥാനത്ത് കള്ളം, അതായത് ഒരു വീട്ടിൽ കള്ളം കയറാതിരിക്കുകയോ കൊലപാതകം നടക്കാതിരിക്കുകയോ ചെയ്യില്ല. നമുക്ക് പലപ്പോഴും ആ സംഭവം ഉണ്ടായിക്കഴിഞ്ഞ് മാത്രമേ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ പറ്റൂ, തടയാൻ പറ്റൂ. നമുക്ക് എല്ലാ സ്ഥലത്തും, അതായത് നമ്മുടെ ഭൂപ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ കാശ്മീരിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സൈന്യത്തെ വിന്യസിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായ ഒരു കാര്യമല്ല. ഞാൻ പറയുന്നതിനകത്ത് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാകും, അത് സുരക്ഷാ ഏജൻസികൾ സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷേ അത്രയൊക്കെ നടക്കുകയുള്ളൂ എന്നാണ് അതിനകത്ത് ഞാൻ മനസ്സിലാക്കേണ്ടത്. എന്തായാലും അങ്ങനെ ഒരു ചാറ്റർ, അതിന് ചാറ്റർ എന്നാണ് പറയുക, അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ചാറ്റർ ഉണ്ടായിട്ടായിട്ട് ഇൻ്റലിജൻസ് ഏജൻസികൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ സത്യം. അപ്പം ഞാൻ പറയുന്നത് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. നമുക്കറിയാം, മോഡിയെ അനുകൂലിക്കുന്നവരുണ്ട്, മോദിയെ എതിർക്കുന്നവരുണ്ട്. മോദിയെ അനുകൂലിക്കുന്നവരെ ഇതിലവരെ ഇപ്പം ശരിയാക്കണം, എല്ലാവരെയും കൊന്നു തള്ളണം, പിടിക്കരുത്, വെച്ചോണ്ടിരിക്കരുത്, ഇത് പറയുന്നതിനകത്തും വലിയ അർത്ഥമില്ല. അതൊക്കെ നമ്മൾ പറയാതെ തന്നെ അവർക്കറിയാം, അവരത് വേണ്ടതുപോലെ ചെയ്യും. നമ്മുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പൂർണ്ണമായ സഹകരണം, രാജ്യം ഒറ്റക്കെട്ടായിട്ട്. എനിക്ക് ആദ്യമായിട്ട് വലിയ ഒരു ആശ്വാസം തോന്നിയത് ഇപ്രാവശ്യം രാഹുൽ ഗാന്ധി അമിത്ഷായെ വിളിച്ച് ഫുൾ സപ്പോർട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അത് നിർബന്ധിതനായെന്ന് വേണേൽ പറയാം. അല്ല, സാധാരണഗതിയിൽ ഇദ്ദേഹം എപ്പോഴും ഇടം തിരിഞ്ഞ് നിൽക്കുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ലോക്കൽ കക്ഷികൾ അവിടുത്തെ സുരക്ഷാ സംവിധാനം ശരിയായില്ലെന്ന് നമ്മുടെ VD സതീശനും MA ബേബിയൊക്കെ വേറെ പല കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ പരാജയപ്പെട്ടു എന്നൊക്കെ പറയുന്നത് ഉണ്ടെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ്, രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അമിത്ഷായെ വിളിച്ച് ഒരു സപ്പോർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു നല്ല കാര്യമായി നമ്മൾ അംഗീകരിക്കേണ്ടത് തന്നെയാണ്. രാജ്യം ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഇതൊരു യുദ്ധം പോലും, പാകിസ്ഥാനുമായിട്ട് യുദ്ധം പോലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമായതുകൊണ്ട് തൽക്കാലം രാജ്യം ഒറ്റക്കെട്ടായി നമ്മുടെ ഭരണ അധികാരികളുടെ കൂടെ മോദിയോടൊപ്പം നിൽക്കുക, പ്രൈം മിനിസ്റ്ററോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നു. നമ്മൾ മോദി വിരോധികളുണ്ട്. ഇപ്പം തന്നെ അവിടെ നടന്നിരിക്കുന്നതിനകത്ത് ഈ നമ്മുടെ എന്താണ് പറയുക, ഈ പറയുന്ന വാലിയിൽ, ആ പറയുന്ന പ്രദേശത്ത് ഇതിനെതിരായിട്ട്, ഇത് ഇന്ത്യക്കാരാണ് ഇതിങ്ങനെ ചെയ്തത്, പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ഇന്ത്യക്കാർ ചെയ്തതാണെന്ന് പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ധാരാളം വരികയും അതൊക്കെ ഇപ്പോൾ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വളരെ ശക്തമായ ഏകദേശം 200ഓളം നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും 37ഓളം ചാനലുകൾ ബ്ലോക്ക് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഇനി അത് വലിയൊരു പ്രശ്നമാകാൻ പോവാണ്. അപ്പോൾ ഓൾറെഡി പറഞ്ഞു തുടങ്ങി, അവിടെ ഡിജിറ്റൽ എമർജൻസി വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പറയും, പക്ഷേ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് അതായത് ഒരു പ്രശ്നം ഉണ്ടാക്കി ആ പ്രശ്നത്തിനെ പിന്നെ ആളിക്കത്തിക്കാനാണ് നോക്കുന്നത്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു രാജ്യത്തെ ഇന്ത്യക്കകത്ത് മാറ്റി നിർത്തി ഹിന്ദുക്കളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരെ വെടിവെച്ച് കൊന്നു എന്ന് പറയുമ്പോൾ അതൊരു വളരെ കത്തിപ്പടരാൻ സാധ്യതയുള്ള അപകടകരമായ സാഹചര്യമാണ്. അപ്പോൾ അതാണ് അവർക്ക് വേണ്ടതും. അപ്പം നമ്മുടെ സാധാരണക്കാർ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ജനത ഒറ്റക്കെട്ടായി നിന്ന് സർക്കാരിനോടൊപ്പം നിൽക്കുക, സർക്കാരിൻ്റെ കരങ്ങൾക്ക് ശക്തി പകരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് സമയം വൈകിയതുകൊണ്ട് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അഖില ചോദിച്ചോളൂ. ഇന്ത്യയിലെ ഓരോ ജനങ്ങളും ഇപ്പോൾ കാത്തിരിക്കുന്നത് മോദി ഇതിനെ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഒരു രീതിയാണ്. എന്തായാലും നമുക്കതിനെ നോക്കി കാണേണ്ടി തന്നെ ഇരിക്കുന്നു. സാറിന് എന്താണ്? അല്ല, അത് എത്രയേ ഉള്ളൂ അതിനെപ്പറ്റി പറയാൻ. മോദി എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ഒരു പ്രതികരണമല്ല. ആ പ്രതികരണം നേരത്തെ ജനങ്ങളെ അറിയിച്ചുകൊണ്ട് ചെയ്യാനും സാധ്യമല്ല. നമുക്കത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പ്രതികരിക്കുമെന്ന് തന്നെയാണ് ജനത്തിന്റെ ആവശ്യം. നമ്മൾ ഇനി തുടർന്നുള്ള ചർച്ചയുടെ ലിങ്ക് ഒരു പക്ഷേ ഇതിനകത്ത് നമ്മുടെ അടിയിൽ പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. താങ്ക് യു സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.